There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അതായത് സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് വയനാടിൽ നിന്നും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന, ഊട്ടി കുന്നൂർ പോകുന്ന റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാലക്കാടിൽ നിന്നും വയനാട് വരെ വന്ന് വയനാട്ടിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് വയനാടിൽ നിന്ന് സുൽത്താൻ ബത്തേരി വഴി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ഗുണ്ടൽപേട്ട്, മസനഗുഡി, ഊട്ടി, കുന്നൂർ എന്ന റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഒരു കാട് വഴിയാണ്, കാനന പാതയാണ്. ഒരുപാട് അനിമൽ സൈറ്റിങ്സ് ഒക്കെ ഉള്ള റോഡാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു റൂട്ട് കൂടിയാണിത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ രീതിക്ക് ട്രെൻഡിങ് ആയ ഒരു റൂട്ട് കൂടിയാണിത്. ജിയോഗ്രഫിക്കലി പറയുകയെന്നുണ്ടെങ്കിൽ 3 സംസ്ഥാനത്തിലെ കാടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു റൂട്ടാണിത്. ആക്ച്വലി നമ്മൾ കേരളത്തിലെ മുത്തങ്ങ ഫോറസ്റ്റും പിന്നെ കർണാടകയിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുതുമലൈ ഫോറസ്റ്റും കൂടി കവറേജ് ചെയ്യുന്ന, അതിലൂടെ കടന്നു പോകുന്ന റൂട്ടാണിത്. വളരെ മനോഹരമായ റൂട്ടാണ്. 3 തരത്തിലുള്ള കാടാണ് നമുക്ക് വിസിബിൾ ആവുക. വിഷ്വൽസിൻ്റെ ഒപ്പം തന്നെ ഞാനത് പറഞ്ഞു തരാം, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ അല്ലെങ്കിൽ കോ ഡ്രൈവർ സീറ്റിലിരുന്ന് കാഴ്ചകൾ കാണുന്ന രീതിയിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് അത്യാവശ്യം അനിമൽസിനെ കാണാൻ കഴിഞ്ഞു. അതിൽ കുറച്ചൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക്, നാച്ചുറൽ വെജിറ്റേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക്, അതുപോലെ തന്നെ ആനിമൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായും വളരെ പ്രിയപ്പെട്ടതായിരിക്കും. 3 മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് കാടിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാടിൽ നിന്നും സുൽത്താൻ ബത്തേരി മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ കാടുകൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഡെൻസ് ഫോറസ്റ്റാണ്. കുറ്റിക്കാടും കുറ്റിച്ചെടികളൊക്കെ ഉള്ള ഫോറസ്റ്റാണ്. അനിമൽസിനൊന്നും പെട്ടെന്ന് കാണാൻ സാധിക്കില്ല ഈ ഏരിയയിൽ. അനിമൽസ് അവൈലബിൾ ആണെങ്കിലും നമ്മുടെ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത സമയം അത്യാവശ്യം നല്ല പച്ചപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് ഒരു എൻഹാൻസ്മെൻ്റ് ഉണ്ട്. നല്ല വിഷ്വൽ ട്രീറ്റായിരുന്നു ഈ ഒരു സമയത്ത് ഈ റോഡ് യാത്ര. കുറച്ച് കുരങ്ങന്മാരെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അനിമൽസിൻ്റെ വിഭാഗത്തിൽ കുരങ്ങന്മാരെയാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂർ തേക്ക് ഒക്കെ ഭയങ്കര ഫേമസ് ആയ മരങ്ങളാണ്. അത്തരം മരങ്ങളും അതിലൂടെ കുറേ ഫോറസ്റ്റ് ഓഫീസേഴ്സും ആദിവാസി ആളുകളും ഒക്കെ നടന്നു പോകുന്ന ഒരു വഴിയൊക്കെ കണ്ടു നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൂരത്ത് ഞങ്ങൾക്ക് ആനയുടെ സൈറ്റിങ്സ് കിട്ടിയത്. ആളുകളൊക്കെ വണ്ടി നിർത്തി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തി നോക്കരുത് എന്ന് കർശനമായ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അധികം നിർത്തിയില്ല. വണ്ടി അപ്പോൾ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, മുന്നോട്ട് പോയി. വളരെ ദൂരത്താണ്. പിന്നെ നമ്മുടെ മൊബൈലിലും ഗോപ്രോയിലൊന്നും ഇത്ര ദൂരത്തുള്ള വിഷ്വൽസ് ഒന്നും കിട്ടില്ല. പക്ഷേ ആവുന്നിടത്തോളം ഭംഗിയായിട്ട് ഞങ്ങൾ വിഷ്വലി അത് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കൊമ്പനാന അത്യാവശ്യം ദൂരത്താണ് കേട്ടോ നിൽക്കുന്നത്. കാരണം നമുക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കണ്ടത് മാനുകളെയാണ്, ഒരു കൂട്ടം മാനുകളെയാണ്.
മാനുകൾ വളരെ ഈസി ആയിട്ട് നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ വരുന്നതും പോകുന്നതും അവർക്ക് വലിയ വിഷയമല്ല. അവർ യൂസ്ഡ് ടു ആണ്, വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ നമ്മളെ കാണുമ്പോഴൊന്നും മാനുകൾ ഓടിപ്പോകുന്നൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ അവിടെ ഇരുന്ന് ഫുള്ളായിട്ട് പുല്ലും മേഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ് കേട്ടോ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. ആക്ച്വലി ഏറ്റവും ഭംഗിയുള്ള കാടുകളിലൊന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്കാണ്. അപ്പോൾ റോഡിന് നല്ല വിശാലമായ റോഡാണ്, വലിയ റോഡാണ്. പിന്നെ കാടുകൾക്കും നല്ല വിഷ്വൽ ഭംഗിയുണ്ട്. നമുക്ക് കുറ്റിക്കാടുകൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് മരങ്ങളുടെ ഇടയിലൂടെ തന്നെ കിലോമീറ്റർ ദൂരം വരെ നമുക്ക് കാഴ്ച കിട്ടും. അനിമൽസ് വളരെ ദൂരെയാണെങ്കിൽ പോലും നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫോറസ്റ്റാണ്. അധികം ഈ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന കാടിൻ്റെ രൂപമാണ് ശരിക്കും ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. നമുക്ക് ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയാണ് കാണാൻ, ഇതിലൂടെ കടന്നു പോകാൻ. ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം വരെയൊക്കെ നമ്മുടെ ഈ കണ്ണിൽ തന്നെ ഈ ഒരു കാടിൻ്റെ ഭംഗിയും റോഡും ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അത്രയും ഭംഗിയാണ് ഈ റോഡിന്. അധികം തിക്കും തിരക്കും കൂടാതെ സമാധാനത്തോടെ നമ്മൾ ഈ ഡ്രൈവ് ചെയ്ത് ആസ്വദിക്കണം. പിന്നെ ആനിമൽസ് പെട്ടെന്നാണ് മുന്നിലേക്ക് വരിക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധയോടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ആന ക്രോസ് ചെയ്ത് വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉടനെ ക്യാമറ എടുത്ത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഡയറക്റ്റ് ചെയ്തു. ഞങ്ങളുടെ വണ്ടി കടത്തി വിട്ട ശേഷമാണ് ആന ക്രോസ് ചെയ്ത് പോയത്. അപ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ ആന കടന്നു പോയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഒരുപാട് കിട്ടും. അപ്പോൾ കാഴ്ചയാണ് ഇമ്പോർട്ടൻ്റ്. നമുക്ക് കണ്ടാസ്വദിക്കാം. സെക്കൻഡറി നമ്മൾ ആവുന്നിടത്തോളം നമ്മൾ വീഡിയോ പകർത്താനും ശ്രമിച്ചിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ കാടാണ്. ഇത്രയും ഭംഗിയുള്ള ഒരു കാട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ഞാൻ ഈ കാഴ്ച, ഞങ്ങൾ എല്ലാവരും ഈ കാഴ്ച ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഇനി കാട് എക്സിറ്റ് ചെയ്യുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ട് ഫേമസ് സൂര്യകാന്തി തോട്ടത്തിനാണ് ഫേമസ്. അത്യാവശ്യം കൃഷിയൊക്കെയുള്ള പയർ വർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്യുന്ന, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സൂര്യകാന്തി തോട്ടമാണ്. ഒരുപാട് ആളുകൾ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ചെറിയ വരുമാന മാർഗം കൂടിയാണ്. ചെറിയ 10 രൂപയും 20 രൂപയൊക്കെ അവർ വാങ്ങുന്നുണ്ട് നമ്മൾ ഈ സൂര്യകാന്തി തോട്ടം കാണാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. അത്യാവശ്യം ഉച്ചനേരം ആയതുകൊണ്ട് തന്നെ ഈ സൂര്യകാന്തി പൂവൊക്കെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. ശരിക്കും നാച്ചുറൽ കളേഴ്സ് എന്തൊക്കെയാണ് എന്ന് അറിയണമെങ്കിൽ, ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ നടുക്ക് ഈ സൂര്യകാന്തി തോട്ടത്തിൻ്റെ നടുക്ക് പോയി നിൽക്കണം കേട്ടോ. ശരിക്കും മഞ്ഞ നിറവും പച്ച നിറവും നീല ആകാശവും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ നല്ല രസമാണ്. നമുക്കൊരു ശരിക്കും ഒരു നല്ലൊരു ഫ്രെയിമാണ്. അപ്പോൾ എല്ലാവരും നിന്ന് ആസ്വദിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ വണ്ടുകളും ഒക്കെ പൂക്കളുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. ഇത് അതിമനോഹരമായ ദൃശ്യമാണ്. ഞങ്ങൾ വളരെ കുറേ നേരം നിന്ന് ആസ്വദിച്ച് സമയമെടുത്ത്, വെയിലൊന്നും നമ്മൾ കൺസിഡർ ചെയ്തില്ല, അതൊക്കെ നിന്ന് ആസ്വദിച്ച് ആണ് പോയത്. പാറുവിൻ്റെ അമ്മൂമ്മയും നിന്ന് ഫോട്ടോയ്ക്ക് പോസ് എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ശ്രീഹരി ആള് ഗോപ്രോവും പിടിച്ചതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. കുട്ടികളും ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അവരും എക്സൈറ്റഡ് ആണ്. നമ്മൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇതുപോലുള്ള യാത്രകൾ മിസ് ചെയ്യാതെ നമ്മൾ യാത്രകൾ പോവുക. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞുനാളിൽ ഞങ്ങൾ പോയ യാത്രകളൊക്കെ ഞങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരും ഇതുപോലുള്ള യാത്രകളൊക്കെ അവർ ഓർക്കും. ഇതിൻ്റെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. ലൈഫിൽ ഒരുപാട് ഉപകരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ യാത്രയും നമ്മുടെ ഒരു റിഫ്രഷ്മെൻ്റാണ്. ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആഡ് ചെയ്ത് കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ സന്തോഷമാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതാണ് നമ്മുടെ ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത്. വീണ്ടും ഞങ്ങൾ കുറച്ച് മാനുകളെ കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. കർണാടകയിലെ ഒരു ടൗണാണ്.
കേരളത്തിൽ നിന്ന് വിട്ട ഉടനെ ബന്ദിപ്പൂറിന് ശേഷം വരുന്ന ഒരു ടൗണാണ് ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ടിൽ നമുക്ക് ഒരു ചെറിയ ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു യു ടേൺ അടിച്ചിട്ട് വേണം വീണ്ടും ബന്ദിപ്പൂരിലേക്ക് തന്നെ കയറാൻ. അപ്പോൾ വീണ്ടും ആ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ വേറൊരു ഭാഗത്ത് കൂടെയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഹിമവന്ത് ഗോപാലസ്വാമി ടെമ്പിൾ എന്നൊരു അമ്പലമുണ്ട്. ഈ അമ്പലം യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആണ്. ഈ അമ്പലം കാടിന് നടുക്കാണ്. ഈ അമ്പലത്തിലേക്ക് എപ്പോഴും ഒരു ആന വരും. ഇനി പോകുന്നത് നമ്മൾ ബന്ദിപ്പൂർ സഫാരി ക്യാമ്പാണ് കേട്ടോ. ഇത് ശരിക്കും കുറച്ച് നേരത്തേക്ക് വരുവാന്നുണ്ടെങ്കിൽ കാടിനകത്ത് കൂടെ നമുക്ക് സഫാരി പോകാൻ പറ്റും. അപ്പോൾ ഇത് കർണാടക ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് നടത്തുന്നതാണ്. പക്ഷെ നമുക്കിതിൻ്റെ ടൈമിംഗ് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം വേണം കാടിനകത്ത് കൂടെ യാത്ര ചെയ്യാൻ, അവരുടെ വണ്ടിയിൽ പോകാൻ. എന്തായാലും ടൈഗറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, കുറേ ആനകളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളവിടെ നിന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല. നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. അതിന് ശേഷം നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് വഴി തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഒത്തിരി മാനുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈസി ആയിട്ട്, വളരെ തിക്കും തിരക്കില്ലാതെ, പേടിയില്ലാതെ മാനുകളൊക്കെ മേയുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെയും നിർത്തിയില്ല, നിർത്തരുത് എന്നൊരു ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് നിർത്തിയില്ല. പിന്നെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മനോഹരമായ വഴിയാണിത്. മസനഗുഡി എത്തുന്നതിന് മുന്നേ നമുക്ക് ശരിക്കും ഒരു നാട്ടുവഴി പോലെ തോന്നിക്കുന്ന ഒരു കുന്നും ചെരുവൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല മരങ്ങളും ഒക്കെ ചെടികളൊക്കെ ഉള്ള, ചിലപ്പോൾ അനിമൽസിനൊക്കെ കാണാനും കഴിയും. ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ അത്രയും മനോഹരമായ റോഡാണ്. ഈ റോഡ് ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ അധികം റഷ് ഇല്ലാതെ വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ. ഈ മനോഹരമായ ദൃശ്യമൊക്കെ കണ്ട് പതുക്കെ മുന്നോട്ട് പോയി. ഞാനൊരു 20-30 കിലോമീറ്റേഴ്സ് സ്പീഡിലാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. പിന്നെ എയർപിൻ ബെൻഡൊക്കെ ഉണ്ട്. ഓരോ വളവിലും തിരിവിലൊക്കെ നമുക്ക് മാൻകൂട്ടത്തെ കാണാൻ കഴിയും. മയിലും മാനും ഒക്കെ ഇവിടെ കോമൺ ആണ്. ആദ്യമൊക്കെ നമുക്ക് എക്സൈറ്റഡ് ആണെങ്കിലും പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മൃഗമാണ് മാനുകൾ. പിന്നെ ഞങ്ങളധികം മാനുകളെ ഫോക്കസ് ചെയ്തില്ല, വേറെ വല്ല മൃഗങ്ങളെ കിട്ടുമോ എന്നുള്ള രീതിയിൽ അടുത്തെന്നുള്ള രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഈ റോഡ് കണ്ട് ആസ്വദിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗി. ഇനി വരുന്നത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഓഫീസും പിന്നെ ബന്ദിപ്പൂർ പോസ്റ്റൽ ഓഫീസൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയ താമസ സ്ഥലങ്ങളും പിന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താമസ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, മാനുകളാണ് കോമൺ. ഇഷ്ടംപോലെ മാനുകളുണ്ട്. ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഈ ആശാൻ ഓരോ വണ്ടിയും ചെക്ക് ചെയ്തിട്ടാണ് മുന്നോട്ട് കടത്തിവിടുന്നത്. ഭക്ഷണ സാധനങ്ങളുണ്ടോ, ചോക്ലേറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ചില ആളുകളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഫീഡ് ചെയ്യാൻ പാടില്ല ആക്ച്വലി അനിമൽസിന്. പക്ഷെ ആൾ ഓരോ വണ്ടിയും ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കിട്ടുമോ എന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളെ കടത്തി വിടുന്നത്. വീണ്ടും ഞങ്ങൾക്ക് മാനുകളെ കാണാൻ കഴിഞ്ഞു. പേടിയില്ലാതെ മേയുന്ന ഒരു വറ്റം മാനുകൾ. പിന്നെ ഇത് കണ്ടോ, ഫസ്റ്റ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ തുടക്കം കണ്ട കാട് ഏരിയ അല്ല ഇത്. ഇത് കുറച്ചും കൂടെ ഡെൻസാണ്. വളരെ റോഡ് കുറച്ചുകൂടി ചെറുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യസ്ത തരം കാടുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മസനഗുഡി പോകുകയെന്നുണ്ടെങ്കിൽ മസനഗുഡി എൻറ്റയർലി ഡിഫറെൻറ്റ് കാടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷ്വലി അതും കൂടി കാണാം. ആക്ച്വലി മിക്ക മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകുന്ന വീഡിയോസും വൈറലാണ്, ആൾക്കാർക്ക് ഫേവറേറ്റാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാണുന്ന ഭംഗി തന്നെയാണ്. ഇത്രയും ഭംഗിയുള്ളൊരു റോഡും കാടും ഒരു നാച്ചുറൽ വെജിറ്റേഷനൊക്കെ വേറെ എവിടെയും കിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ളൊരു കാട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. ഏതാണ്ട് 3 മുതൽ 4 മണിക്കൂർ യാത്രയുണ്ട്. വളരെ നല്ല റോഡാണ്, കുണ്ടും കുഴിയില്ല. വളരെ വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീനായ, അധികം ട്രാഫിക് ഇല്ലാത്ത സൂപ്പർ റോഡാണ്. ഈ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് വീഡിയോയിലൂടെ കുറച്ചൊക്കെ നമ്മൾ ചിത്രീകരിച്ച് തരാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും അവസരം കിട്ടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്.
ശ്രീഹരി പൊരിഞ്ഞ വീഡിയോ എടുപ്പാണ്. ചെറിയ ചെറിയ മാനുകളെ പോലും വിടുന്നില്ല, ആളിരുന്ന് ഗോപ്രോയിൽ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് അനിമൽസിനെ കൂടി കണ്ടു. ഒരു ആനയെ കണ്ടു. ഈ വിഷ്വൽസും അതുപോലെ നമുക്ക് അധികം റെസ്ട്രിക്റ്റഡ് ആണ്, ദൂരത്തുള്ളത് കൊണ്ട് നമുക്ക് ആനേനെ അങ്ങനെ ക്ലോസ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ആന. ആന കുറച്ച് ദൂരത്ത് നിൽക്കുകയാണ്. നമുക്ക് വണ്ടി നിർത്താനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ ഞങ്ങൾ മൊബൈൽ ക്യാമറയിലും ഗോപ്രോയിലൊക്കെ എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒരു പരിധി വരെ കിട്ടിയിട്ടുള്ളൂ. ഇത് കാടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ മാത്രമേ ഫുഡ് കഴിക്കാനുള്ള പ്രൊവിഷനുള്ളൂ. നമുക്ക് ഗുണ്ടൽപേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരണം ഫുഡ് കഴിക്കാനായിട്ട്. റെസ്റ്റോറൻറ്റിന് ചുറ്റും മാനുകളാണ് കേട്ടോ, ഇഷ്ടം പോലെ മാനുകളാണ് ചുറ്റും മേയുന്നത്. ഈ ആകാശത്തിൻ്റെയൊക്കെ ഒരു നിറം കണ്ടോ, ഇവിടെ എത്ര ക്ലിയർ സ്കൈ ആണ്. അതിൻ്റെ താഴെ പച്ചപ്പ് വിരിച്ച പുല്ലും മൈതാനവും കാടും അതിൻ്റെ ഇടയിൽ കുറച്ച് മൃഗങ്ങളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഫ്രെയിമാണ്, വല്ലാത്തൊരു ക്യാൻവാസാണ് നമ്മുടെ മനസ്സിൽ പതിയുക. ലൈഫിൽ വൺസ് എങ്കിലും ഇതിലൂടെ വന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ റിഫ്രഷ് ആയിട്ട് നമുക്ക് തിരിച്ചു പോകണം. ഒരിക്കലും ഈ കാടിൻ്റെ ഇക്കോസിസ്റ്റത്തെ തകരാറ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. ഒച്ചത്തിൽ ഹോൺ അടിക്കരുത്, ബഹളം ഉണ്ടാക്കരുത്, പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, ആക്സിഡൻ്റ് ഉണ്ടാക്കരുത്. അനിമൽ ക്രോസിംഗ് ഉള്ള ഏരിയ ആണ്, അവിടെ ചെന്ന് വണ്ടികൾ കൊണ്ട് ഇടിക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്. ഒന്ന് സൂക്ഷിച്ച് ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. ഈ കടന്ന് വരുന്നതൊക്കെ മുതുമലൈ ടൈഗർ റിസർവ് ഏരിയ ആണ്. മസനഗുഡി ആണ് സ്ഥലം. മസനഗുഡി ടൗണാണ് നമ്മൾ പിന്നിട്ടത്. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളിവിടെ ബൈസനെ കണ്ടു കേട്ടോ. കാട്ടുപോത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ബൈസൺ. നല്ല ഹൈറ്റൊക്കെ ഉള്ള ആൾക്കാരാണ്, അവരെ നമ്മൾ കണ്ടു. ആക്ച്വലി നമ്മൾ വണ്ടി നിർത്താം എന്ന് വിചാരിച്ചു, പക്ഷേ അവർ റോഡ് ക്രോസ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി വണ്ടി നിർത്താത്തത് നന്നായെന്ന്. വളരെ ഹെവിയാണ്. ആൾക്കാർ പാവങ്ങളാണ്, അങ്ങനെ അറ്റാക്ക് ചെയ്യൊന്നുമില്ല. പക്ഷെ അവർ ഓടി കടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറഞ്ഞു കേട്ടത്. നല്ല വെയിലൊക്കെ കൊള്ളുന്ന കാടുകളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടി ഹെയർ പിൻ ബെൻഡിലേക്കാണ്. ഏതാണ്ട് 36 ഹെയർ പിൻ ബെൻഡുണ്ട് ഊട്ടിയിലേക്ക് കയറാനായിട്ട് മസനഗുഡി വഴി. ഇതും ഒരു വേറിട്ടൊരു അനുഭവമാണ്. ഈ കാട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയ ബുഷസൊക്കെ ഉള്ള കാടാണ്. വലിയ മരങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ബുഷസൊക്കെ ഉള്ള കാടുകളാണ്. ഈ ഭാഗത്താണ് കൂടുതൽ ചീറ്റ, പിന്നെ ഫോക്സ് പോലുള്ള മൃഗങ്ങൾ, അതായത് ചെന്നായ്ക്കളൊക്കെ ഉള്ളത് ഈ ഒരു കാടിലാണ്. പക്ഷെ നമുക്ക് ചീറ്റേനൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ കൂടുതൽ വായിച്ചറിഞ്ഞിരിക്കുന്നത്, വേറെ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്, ഈ ഏരിയയിൽ ഒരുപാട് ചീറ്റയും ചെറിയ മൃഗങ്ങൾ, ഈ ചെറിയ കുറുക്കൻ, ചെന്നായ പോലുള്ള മൃഗങ്ങൾ ഉണ്ടെന്നാണ്. അങ്ങനെ ഊട്ടിയുടെ തണുപ്പൊക്കെ ഒന്ന് വന്നു തുടങ്ങി. എയർപിൻ ബെൻഡൊക്കെ ഒന്ന് കയറി തുടങ്ങി. ചെറിയ റോഡാണ്, പക്ഷേ അതിമനോഹരമാണ്. രണ്ട് സൈഡും പൂക്കളുണ്ട്, ചെടികളുണ്ട്, കോടമഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ബൈക്കേഴ്സിൻ്റെ പ്രിയപ്പെട്ട ഏരിയയാണ് ഈ വഴി. അത്യാവശ്യം ഒരുപാട് ബൈക്കേഴ്സ്, സൂപ്പർ ബൈക്സ് അടക്കം ആളുകൾ ഇതിലൂടെ റൈഡ് ചെയ്ത് പോകുന്നത് കണ്ടു. ഞങ്ങൾ മുന്നോട്ട് പോകെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരുന്നു. വെയിലുള്ള സ്ഥലത്ത് നിന്ന്, ഡെൻസ് ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾ കോടമഞ്ഞൊക്കെ ഉള്ള കുന്നിൻ ചെരുവിലേക്ക് ഞങ്ങൾ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4 മണിയൊക്കെ ആയി സമയം. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ പതുക്കെ ട്രാവൽ ചെയ്ത് വന്നത്. അപ്പോൾ ഏതാണ്ട് 4 മണിയായി. അപ്പോൾ ഇരുട്ടൊക്കെ ഒന്ന് വന്നു തുടങ്ങി. കോടമഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം വെയിലൊന്നും കിട്ടിയില്ല. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്. പക്ഷേ കാഴ്ചയ്ക്ക് വളരെ നല്ലതാണ്. നമ്മൾ അനുഭവിച്ചറിയണം. ഈ റോഡും യാത്രയും തീരെ ക്ഷീണമില്ല. ഇത്രയും കാടിനകത്ത് കൂടെ വന്നിട്ട്, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട്, 4-4.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വന്നിട്ടും നമുക്ക് വലിയ ക്ഷീണമില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല നാച്ചുറൽ ഓക്സിജനൊക്കെ ഉള്ള, പൊല്യൂട്ടർ അല്ലാത്ത ഏരിയയിലൂടെ നമ്മൾ കടന്നു വന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു കണക്കിന് മൃഗങ്ങളൊക്കെ ലക്കിയാണ്. പിന്നെ നമ്മളിത് സ്റ്റേ ചെയ്യുന്ന സ്ഥലം കുന്നൂറാണ്. കുന്നൂരിൽ സൺ വാലി ഹോം സ്റ്റേ ആണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളും ഊട്ടിയിലെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ആ വീഡിയോ കൂടി ഒന്ന് കാണണം. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഊർജ്ജം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.